മലപ്പുറം കാക്കഞ്ചേരിയിലാണ് ദേശീയപാതയിൽ വിള്ളൽ വീണിരിക്കുന്നത്. 20 മീറ്റർ നീളത്തിലെങ്കിലും ഇപ്പോൾ റോഡിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് വിള്ളൽ രൂപപ്പെട്ടു തുടങ്ങിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പിന്നീട് ഈ വിള്ളലിൻ്റെ വീതി കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ പ്രദേശവാസികൾ ഇവിടെയുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ കരാറുകാർ വന്ന് റോഡ് ഈ വിള്ളൽ ഉള്ള ഭാഗം അടയ്ക്കാൻ വേണ്ടി ടാറിട്ടും മറ്റും അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രദേശവാസികൾ അത് തടയുകയായിരുന്നു. ഇപ്പോൾ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് ദേശീയപാതയിലൂടെയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രാമനാട്ടുകർ നിസരി ജംഗ്ഷനിൽ നിന്ന് വാഹന ഗതാഗതം സർവീസ് റോഡിലൂടെയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു അപകടകരമായ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു പ്രവൃത്തി കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ലോറിയിൽ കരിങ്കല്ല് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ താഴ്ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന മണ്ണിട്ട് നികത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് റോഡ് താഴേക്ക് ഇരുന്നു പോകാതിരിക്കാൻ, അമർന്നു പോകാതിരിക്കാൻ, ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർവീസ് റോഡിൻ്റെ ആ കാണുന്ന കോൺക്രീറ്റ് ഭിത്തിയുടെ ഭാഗത്താണ് വിള്ളൽ വീണത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അത് പിന്നീട് കരാറുകാർ വന്ന് കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കുകയായിരുന്നു. അതിനുശേഷമാണ് റോഡിലേക്ക് വിള്ളൽ പടർന്നത് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ സർവീസ് റോഡിലൂടെ മാത്രമാണ് വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. അതും അപകടകരമാണ് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ഏകദേശം ഉച്ചക്കാണ് ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പം കരാറുകാർ ഇത് ടാർ മിശ്രിതം ഒഴിച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ പ്രദേശവാസികളെല്ലാവരും കൂടി തടയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ നേരത്തെ അവിടെ കണ്ടതുപോലെ താഴെ ഭാഗം നമുക്കൊക്കെ അറിയാം, നല്ല ഡീപ്പായിട്ടുള്ള മേഖല അവർ കെട്ടിപ്പൊന്തിച്ചുള്ള മേഖല ഉറവെടുക്കുന്ന ഒരു മേഖലയാണ്. വെള്ളത്തിൻ്റെ ഉറവെടുക്കുന്ന ആ മേഖല പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഇവിടെ നേരത്തെ കണ്ടതുപോലെ മതിലും സർവീസ് റോഡിലെ കോൺക്രീറ്റ് ചെറിയ വാളുകളൊക്കെ പൊട്ടിയിട്ടാണ് ഇതൊക്കെ പൊട്ടിയിട്ടുള്ളത്. ഇത് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നൊരവസ്ഥയിലാണ് നിലവിലുള്ളത്. അത് താൽക്കാലികമായിട്ട് ഈ ടാർ മിശ്രിതം അടിച്ച് അത് ഒഴിച്ച് വാഹനം വിടാനുള്ള ശ്രമത്തിലായിരുന്നു KNRC പണിക്കാരുണ്ട്. അത് ഇവിടെയുള്ളവർ തടയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും ഡീപ്പായിട്ട് ഇവിടെ ഒരുപാട് നമുക്കൊക്കെ അറിയാം ഇത്ര വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഇങ്ങനെ ചെയ്താൽ അത് നടക്കില്ല എന്നൊക്കെ ഞങ്ങൾ തീർത്തും ഈ നാട്ടുകാരും ഇവിടുത്തെ ഭരണസമിതികളും MLAയും എല്ലാം ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ഈ പണിയെടുത്ത് പോയതിൻ്റെ തിക്തഫലമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വീണ്ടും ഇവരിത് തൽക്കാലം ഈ ഓട്ടടച്ച് പോകുന്ന പരിപാടി ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കൃത്യമായിട്ട് കാല് പണിത് എലിവേറ്റഡ് രീതിയിലേക്ക് ഇതിനെ സംവിധാനത്തെ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരൻ നിലക്ക്. കൂരിയാട്ടെ പോലെ മേൽപ്പാത തന്നെയാണ് പരിഹാരം. മേൽപ്പാത തന്നെയാണ് ഞങ്ങൾ പരിഹാരം പറയുന്നത്. ഇത് ഇവിടെ ഈ കുറഞ്ഞ പ്രദേശം ഒരു 4-5 കാല് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഉയർന്ന പ്രദേശം. ഈ താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ വെള്ളം ഉറവെടുക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് മണ്ണിങ്ങനെ ഇറങ്ങി കൊടുക്കും. പ്രത്യേകിച്ചും ഇവിടെ ഈ സ്പിന്നി മില്ലിലൊക്കെ ഇടിഞ്ഞു വീണ്ടുള്ള ചീടിമണ്ണും അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത വളരെ ദുർബലമായ മണ്ണുകൾ കൊണ്ട് നിറഞ്ഞിട്ടാണ് ഇവിടെ ഇവർ നടത്തിയിട്ട് ഈ സമയത്തൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും അതിനെ മൈൻഡ് ചെയ്യാതെ പ്രദേശവാസികളൊക്കെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കും, മറ്റു രീതികളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇവിടുന്ന് അകറ്റി നിർത്തുന്ന രീതിയാണ്. അതിൻ്റെ തിക്തഫലമാണ് ഇവിടെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള ആക്ഷേപം കൂടി പ്രദേശവാസികൾ പങ്കുവെക്കുകയാണ്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അപാകത ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നാണ്. അതായത് കൂരിയാട് അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലാണ് റോഡ് നിർമ്മിച്ചതെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നു. അതുപോലെയുള്ള റോഡ് നിർമ്മാണമാണ് കാക്കഞ്ചേരിയിലും സംഭവിച്ചത് എന്ന് പറയുകയാണ് പ്രദേശവാസികൾ. ഉറവുള്ള റോഡിൽ വലിയ ഉയരത്തിൽ മണ്ണിട്ട് കെട്ടിപ്പൊക്കി റോഡ് നിർമ്മിച്ചതാണ് ഈ തരത്തിലൊരു അപകടത്തിലേക്ക്, വിള്ളലിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മേൽപ്പാലമല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും ഇവിടെ ഇല്ല എന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ വിള്ളലൊരു 20 മീറ്റർ നീളത്തിലുണ്ട്. അതിൻ്റെ വിടുത്ത് വീതി കൂടി വരുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട്. ഏതായാലും താൽക്കാലികമായി ഗതാഗതം ഈ റോഡിലൂടെ നിർത്തിവെച്ചിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ താഴെ സർവീസ് റോഡിലൂടെ മാത്രമാണ് രാമനാട്ടുകാരിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ ഖലീലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.